സ്കൂളുകൾ തുറന്നു. വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക്. പ്രവേശനോത്സവം വർണ്ണാഭം. വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത അധ്യാപകരും വിശിഷ്ട വ്യക്തികളും. പുതിയ സ്കൂൾ അധ്യയന വർഷത്തിന് നിറപ്പകിട്ടാർന്ന തുടക്കം. ഉത്സവാന്തരീക്ഷം പകർന്ന പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി. 1-ാം ക്ലാസ്സിലേക്ക് കടന്നുവന്ന കുരുന്നുകളെ സ്കൂൾ അധികൃതർ പായസവും മധുരവും നൽകി സ്വീകരിച്ചു. വിദ്യാർത്ഥികളെ വരവേൽക്കാൻ സ്കൂളുകളിൽ അധ്യാപകരും രക്ഷിതാക്കളും ആട്ടവും പാട്ടും ഘോഷയാത്രയും അടക്കം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കോട്ടയം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം കുമരകം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലഘട്ടത്തിൽ പോലും ഓൺലൈൻ വിദ്യാഭ്യാസം നടപ്പാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് എന്ന് നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തി. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് റോബോട്ടിക് എഞ്ചിനീയറിംഗിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും പഠിക്കാനുള്ള സംവിധാനങ്ങളായി സ്കിൽഡ് ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എത്രയോ ഉന്നതമായ മുന്നേറ്റങ്ങളുടെ ആവിർഭാവം എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോട്ടയത്തെ സംബന്ധിച്ചോളം വലിയ പ്രാധാന്യം 1721 ബെഞ്ചമിൻ മേരി തുടങ്ങി വെച്ചതാണ് അക്ഷരനഗരിയിൽ CMS കോളേജിൽ നിന്നുള്ള മ്യൂസിയത്തിൽ കാണുന്ന അക്ഷര മ്യൂസിയം. 1846 ചാവറയച്ചൻ, വിശുദ്ധ ചാവറയച്ചൻ അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി സ്വാതി തിരുനാളിന്റെ പ്രസ് വാഴപ്പിണ്ടിയിൽ രൂപം കൊടുത്ത് തടിയിൽ കൊത്തിയെടുത്ത് മാന്നാനത്ത് ആരംഭിച്ച പ്രസ് ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം തീർക്കാൻ സഹായിച്ച ആ ഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ പ്രവർത്തനങ്ങളാണ്. ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷയായിരുന്നു. ചങ്ങനാശ്ശേരി ഉപജില്ലാതല പ്രവേശനോത്സവം വാഴപ്പള്ളി സെന്റ് തെരേസാസ് LP സ്കൂളിൽ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ചങ്ങനാശ്ശേരി ഉപജില്ലാ AEO സോണി പീറ്റർ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി മുഖ്യപ്രഭാഷണം നടത്തി. വാഴപ്പള്ളി സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവവും അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഷിജിമോൾ വർഗീസ് അധ്യക്ഷയായിരുന്നു. പഠിക്കാൻ സാധിച്ചത് നിങ്ങൾക്കൂടെ അഡ്മിഷൻ കിട്ടിയത് അഭിമാനമായിട്ട് കരുതാം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത്രയേറെ ഈ സ്കൂളിന്റെ പാരമ്പര്യം ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയ ആളുകളുടെ ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സെന്റ് സ്കൂളിൽ വന്നിട്ടുള്ള ഒരു കുട്ടി ജീവിതത്തിൽ പരാജയപ്പെടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ഒരു ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കളക്ടറാകാനോ ഡോക്ടറാകാനോ എഞ്ചിനീയറാകാനോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാകാനോ അല്ലെങ്കിൽ വിദഗ്ധനാകാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റേതൊരു തുറയിൽ ചെല്ലാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ജീവിതത്തെ ധൈര്യമായി നേരിടുവാൻ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതം വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിശീലനമാണ് ഈ സ്കൂളിൽ കൂടി വിദ്യാഭ്യാസത്തിൽ കൂടി നിലനിൽക്കുന്നത്. ചങ്ങനാശ്ശേരി നഗരസഭാതല സ്കൂൾ പ്രവേശനോത്സവത്തിന് പുഴവാത് ഗവൺമെന്റ് LP സ്കൂൾ വേദിയായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി കുറെ സമയം കണ്ടെത്താനും അവരോടൊപ്പമായിരിക്കാനും നമ്മൾ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ സ്കൂളിൽ നിന്നായാലും വഴിയിൽ നിന്നായാലും അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അവർ നമ്മളോട് പങ്കുവയ്ക്കുള്ളൂ. അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചെങ്കിൽ മാത്രമേ അതിനുള്ള അനുഭവങ്ങളൊക്കെ തിരുത്താനും അല്ലെ തെറ്റുകളുണ്ടെങ്കിൽ അതിനെ തിരുത്തി കൊടുത്തുകൊണ്ട് അവർക്കൊപ്പം നിന്ന് അവരെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. യോഗത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ രാജേഷ്, വാർഡ് കൗൺസിലർ സുമാ ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവവും മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. DYSP സജി മർക്കോസ് ദീപം തെളിയിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ സൂസൻ, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ധന്യ തെരേസ്, അധ്യാപകരായ ജോൺ ജോർജ്, വർഗീസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കുറുമ്പനാടം സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വേറിട്ടതായി. സ്കൂളിലേക്ക് പുതുതായി പ്രവേശനം നേടിയ കുട്ടികളെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചാനയിച്ചു. പ്രവേശനോത്സവ സമ്മേളനം പുതുതായി പ്രവേശനം നേടിയ കുട്ടികളാണ് ഉദ്ഘാടനം ചെയ്തത്. അസ്വസ്ഥപ്പെടുത്തുവാനായിട്ട് ആകർഷിച്ച് പ്രലോഭനങ്ങളിലേക്ക് വീണുപോകുവാനായിട്ട് നമ്മളെ
ഒരുപക്ഷെ ആകർഷിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്തവയായ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ ഇങ്ങനെ ആകർഷിച്ച് നമ്മളെ കീഴ്പ്പെടുത്താനുണ്ടാകും. പക്ഷെ അവയിലേക്ക് എന്റെ ശ്രദ്ധ പോയാൽ എന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ അതുകൊണ്ടാണ് പൗലോയുടെ. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോബി കറുകപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ജെയിംസ് മാളേക്കൽ, അധ്യാപകൻ ബിനു കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട്ടിലെ വിവിധ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവം വേറിട്ട അനുഭവമായി മാറി. കരുമാടി കെ കെ കുമാരപിള്ള സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു തലവടി ഉപജില്ലാതല പ്രവേശനോത്സവം. മഴയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും കെടുതികളെയെല്ലാം മറികടന്നാണ് കുട്ടനാട്ടിലെ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നത്. ചെണ്ടമേളത്തിൻ്റെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ നവാഗതരെ സ്വീകരിച്ചു. കരുമാടി കെ കെ കുമാരപിള്ള സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു തലവടി ഉപജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനശേഷം ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ നൃത്താവിഷ്കാരം സ്കൂൾ ടീം അവതരിപ്പിച്ചു. പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ അമ്പലപ്പുഴ സുരേഷ് വർമ്മ മുഖ്യാതിഥിയായി. തലവടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സന്തോഷ് സ്കൂൾ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനവും തകഴി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയചന്ദ്രൻ കലാങ്കേരി പാഠപുസ്തക വിതരണവും നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി ഷൈനി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അധ്യാപകർ, രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ ടീമിന്റെ ചെണ്ടമേളം പ്രവേശനോത്സവത്തിന് മിഴിവേകി. ശലഭം 2024 എന്ന പേരിൽ കൈനഗിരി ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു മങ്കൊമ്പ് ബ്ലോക്ക് തല പ്രവേശനോത്സവം. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിൽ ആദ്യം സർക്കാരും എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് നാട്ടിലത്തെ വികസിത രാഷ്ട്രീയങ്ങളോടൊപ്പം കേരളം വിദ്യാഭ്യാസ രംഗത്ത് പാർട്ടികൾ പരിശോധിക്കുമ്പോൾ ഒന്നാം നിൽക്കുന്നതിന്റെ രഹസ്യം അല്ലെങ്കിൽ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ വലിയ നേട്ടം. യോഗത്തിൽ PTA പ്രസിഡന്റ് യോഹന്നാൻ തരകൻ അധ്യക്ഷത വഹിച്ചു. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ നോബിൻ പി ജോൺ, മങ്കൊമ്പ് AEO P വിനോദ്, സ്കൂൾ മാനേജർ സിസ്റ്റർ കർമ്മല, ഹെഡ്മിസ്ട്രസ് ജസമ്മ ജോസഫ്, അധ്യാപകർ, രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 1-5 ക്ലാസുകളിൽ നവാഗതരായി എത്തിയ കുരുന്നുകളെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം കണ്ണാടി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് മാതാപിതാക്കളോട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്നവരല്ല, പല കഴിവുകളുള്ളവരാണ്. ആ കഴിവുള്ള ഏത് തരത്തിലാണോ നമുക്ക് അവർ പിള്ളേർക്ക് കഴിവുള്ളത് അതിനെ വളർത്തിക്കൊണ്ട് വരുവാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിവുള്ളതാണ്. ദൈവം തന്ന മക്കളാണ് നമുക്ക് തന്നിരിക്കുന്ന മക്കളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അവരെ ഏത് രീതിയിൽ വളർത്തണമെന്നും അവർക്ക് എത്ര നന്മകൾ പറഞ്ഞു കൊടുക്കണമെന്നും ഒക്കെ മാതാപിതാക്കൾ വീട്ടിൽ ശ്രദ്ധിക്കണം. ബാക്കി സമയങ്ങളിൽ മാത്രമാണ് അധ്യാപകർക്ക് കിട്ടുക. സമ്മേളനത്തിൽ SMC ചെയർമാൻ MR മഹേഷ് അധ്യക്ഷനായി. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ സുരേഷ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ലീലാമ ജോസഫ്, മങ്കൊമ്പ് AEO വിനോദ് കുമാർ, ഹെഡ്മിസ്ട്രസ് മിനിമോൾ ഫ്രാൻസിസ്, മുൻ പ്രഥമാധ്യാപകരായ പ്രദീപ് കുമാർ, V വിത്തവാൻ എന്നിവർ സംസാരിച്ചു. അതുൽ വാര്യർ എല്ലാ കുട്ടികൾക്കും സ്കൂൾ ബാഗുകൾ നൽകി. തലവടി ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം ആനപ്രമ്പാൽ ഗവൺമെന്റ് LP സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ ഉദ്ഘാടനം ചെയ്തു. ഇതേപോലെ പ്രവേശനോത്സവങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം, സ്കൂളുകളിൽ ഇന്ന് പുതുതായി എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങൾ, 1-ാം ക്ലാസ്സിൽ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങൾ 1 ലക്ഷത്തിലേറെയുണ്ട്. ആകെ നമ്മുടെ സംസ്ഥാനത്ത് 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ 45 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ ഇന്ന് ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ കഴിഞ്ഞ ഒരു അധ്യയന വർഷം പ്രശ്നങ്ങളൊന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ മഹാമാരികളോ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമോ
ഒന്നും തന്നെ നമ്മളെ ബാധിക്കാതെ സാധ്യമായ ദിവസങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. SMC ചെയർപേഴ്സൺ രാജിമോൾ അധ്യക്ഷയായി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സുജി സന്തോഷ്, തലവടി BPC ഗോപലാൽ, ഹെഡ്മിസ്ട്രസ് ദീപ നായിക് എന്നിവർ സംസാരിച്ചു. കൊച്ചമ്മനം ബ്രദേഴ്സ്, ടോഫ എന്നീ സംഘടനകൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചമ്പക്കുളം സെന്റ് മേരീസ് സ്കൂളിലെ പ്രവേശനോത്സവം വേറിട്ട അനുഭവമായി മാറി. സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു കുട്ടികളുടെ ഉച്ചഭക്ഷണം. 200 കുട്ടികളാണ് സ്കൂളിൽ പുതുതായി എത്തിയത്. ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം ചെയ്ത 9ാം ക്ലാസ്സിലെ ആൻ മേരി സ്കറിയ, കാർത്തിക ജയൻ എന്നിവരായിരുന്നു പ്രവേശനോത്സവ ദിനത്തിലെ മുഖ്യാതിഥികൾ. എൻ്റെ കസിൻസ് ഒക്കെ ഇങ്ങനെ മുടി മുറിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു മുടി മുറിച്ച് കൊടുക്കുന്നത് നല്ലൊരു പ്രവൃത്തിയാണ്, അതുകൊണ്ട് നീ മുടി മുറിച്ച് കൊടുത്തോളം. ഞാൻ കൊടുത്തപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നല്ലൊരു പ്രവൃത്തിയാണ്, അപ്പോൾ മറ്റുള്ളവർക്ക് ഇതൊരു നല്ലൊരു പ്രചോദനമായി തീരും, അത് വരുന്ന കുട്ടികൾക്കും ഇതൊരു നല്ല ഇതായി തീരും. ചേന്നങ്കരി ദേവമാതാ സ്കൂളിലും വിദ്യാർത്ഥികളിൽ വേറിട്ട അനുഭവം പകർന്നായിരുന്നു പ്രവേശനോത്സവം. പുസ്തക മാതൃകയിൽ വിദ്യാർത്ഥികൾ വിദ്യാലയമുറ്റത്ത് അണിനിരുന്നത് ശ്രദ്ധേയമായി. പുസ്തകവും ചായക്കൂട്ടുകളും മധുരവും നൽകിയാണ് കുട്ടികൾ പുതിയ കൂട്ടുകാരെ സ്വീകരിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ അലക്സാണ്ടർ നെൽപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം മുൻ അധ്യാപിക ജസമ്മ സണ്ണി ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ ജോസഫ് ചാക്കോ, റോച്ച സി മാത്യു, സോജൻ ചാക്കോ, ദീപ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. എടത്വ സെന്റ് അലോഷ്യസ് LP സ്കൂളിൽ 3 ജോഡി ഇരട്ട കുട്ടികൾ 1ാം ക്ലാസ്സിലേക്ക് എത്തിയത് കൗതുകമായി. UKGയിൽ ചേരാൻ ഒരു വീട്ടിൽ നിന്നും 3 സംഘം കൂടി എത്തിയതോടെ സ്കൂളിലെ പ്രവേശനോത്സവം തികച്ചും വ്യത്യസ്തമായി. തലവടി ആനപ്രമ്പാൽ വടക്ക് കൊച്ചുപറമ്പിൽ ടിജോ മാത്യുവിൻ്റെയും അന്നമ്മ മാത്യുവിൻ്റെയും മക്കളായ ഇവാൻ ടിജോ, ഈദൻ ടിജോ, എടത്വ ചങ്ങങ്കരി കല്ലുപുരയ്ക്കൽ ജോജി K ജോസഫ്, അഞ്ജു ജോസഫ് എന്നിവരുടെ മക്കളായ ജെറമി ജോസഫ്, ജോർദാൻ ജോസഫ്, മിത്രക്കരി പുതുക്കരി കൂലിപ്പുരയ്ക്കൽ കൃഷ്ണകുമാറിൻ്റെയും വിദ്യാകുമാരിയുടെയും മക്കളായ KK അഭിഷേക്, KK അർച്ചന എന്നിവരാണ് 1ാം ക്ലാസ്സിൽ പ്രവേശിച്ചത്. ഇവരോടൊപ്പം മുണ്ടകത്തിൽ ചാക്കോ തോമസ്, ജിജി ജോർജ് ദമ്പതികൾക്ക് ഒറ്റപ്രസവത്തിലൂടെ ജനിച്ച മരിയ ചാക്കോ, എലിസബത്ത് ചാക്കോ, സോളമൻ ചാക്കോ എന്നിവർ UKGയിലേക്കും പ്രവേശിച്ചു. മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം പ്രധാന അധ്യാപിക റോസ് K ജേക്കബ്, അധ്യാപകർ എന്നിവർ ചേർന്ന് പൂക്കളും ചെറിയ ബൊക്കയും നൽകി ഇവരെ സ്വീകരിച്ചു. സെന്റ് അലോഷ്യസ് LP സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം. ഒരു വീട്ടിൽ നിന്ന് 3 കുട്ടികളും അതേപോലെ തന്നെ 1ാം ക്ലാസ്സിലേക്ക് 3 ജോഡി ഇരട്ട കുട്ടികളുമാണ് നമുക്ക് ഈ അധ്യയന വർഷം സ്കൂളിലേക്ക് എത്തിച്ചേർന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ തന്നെ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. സ്കൂളിലെത്തി പുതിയ കൂട്ടുകാരെ കിട്ടിയ ആവേശത്തിലാണ് 9 പേരും. സെന്റ് അലോഷ്യസ് LP സ്കൂളിൽ 1ാം ക്ലാസ്സിലേക്ക് പുതുതായി 40 കുട്ടികളാണ് പ്രവേശിച്ചത്. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഇവിടെ 210 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അടുത്ത 5 വർഷം ഇന്ത്യയെ ആര് നയിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച രാവിലെ 8-ന് ആരംഭിക്കും. 7 ഘട്ടങ്ങളിലായി നടന്ന ചരിത്രത്തിലെ ദൈർഘ്യമേറിയ പൊതു തെരഞ്ഞെടുപ്പിന്റെ വിധി പ്രഖ്യാപനമാണ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നടക്കാൻ പോകുന്നത്. ഏപ്രിൽ 19-ന് ആരംഭിച്ച വോട്ടെടുപ്പ് പ്രക്രിയ ജൂൺ 1-നാണ് അവസാനിച്ചത്. 1.5 മാസത്തോളം നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. കേരളത്തിൽ ഏപ്രിൽ 26-നായിരുന്നു തെരഞ്ഞെടുപ്പ്. മലയാളികൾ വിധി എഴുതി പ്രഖ്യാപനത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കൃത്യമായി പറഞ്ഞാൽ 38 ദിവസങ്ങളായി. ഇപ്പോൾ ആകാംക്ഷയുടെ മുൾമുനയിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും. BJP തുടർച്ചയായി 3ാമതും അധികാരത്തിൽ എത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി തയ്യാറായിട്ടില്ല. കേരളത്തിൽ UDFന് മേൽക്കൈ എന്നാണ് പ്രവചനം. LDFനാകട്ടെ 1-ൽ കൂടുതൽ സീറ്റ് കിട്ടിയാൽ മികച്ച പ്രകടനം എന്ന അവകാശവാദവും ഉന്നയിക്കാം. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും എന്ന പ്രവചനവും പുറത്തു വന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 8-നാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. അതോടൊപ്പം തന്നെ EVM വോട്ടുകളും എണ്ണിത്തുടങ്ങുമെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ അറിയിപ്പ്. സെന്റ് ജോസഫ് കോളേജ് ഫോർ വിമൻ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയാണ് ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രം. മാവേലിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ബിഷപ്പ്മൂർ കോളേജിൽ നടക്കും. നാട്ടകം ഗവൺമെൻറ് കോളേജിലാണ് കോട്ടയം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ. പത്തനംതിട്ട മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ഓമല്ലൂർ ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിൽ നടക്കും.
ചങ്ങനാശ്ശേരി നഗരസഭ 1-ാം വാർഡ് വാഴപ്പള്ളി പടിഞ്ഞാറ് പൊങ്ങാനം ഈരപ്പാടം ഭാഗത്തെ 9ഓളം വീട്ടുകാർ ഒറ്റപ്പെട്ട നിലയിൽ. ഇവർക്ക് പുറംലോകവുമായി ബന്ധപ്പെടാൻ തോടിനു കുറുകെ പാലമായി ഇട്ടിരിക്കുന്നത് തുരുമ്പെടുത്ത ഇരുമ്പ് പട്ട മാത്രം. ഇവിടെ തോടിന് അരികിലായി താമസിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 9ഓളം വീട്ടുകാരാണ് അക്ഷരാർത്ഥത്തിൽ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നത്. ഇവർ ഒറ്റപ്പെട്ട നിലയിലാണ്. ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ഇവിടെയുള്ള തോടിന് അക്കരെ എത്തണം. അതിനായി ഒരു പാലം നിർമ്മിക്കണമെന്ന് ഇവിടെ താമസിക്കുന്നവർ നിരന്തരം ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് മാത്രം. തോട് കുറുകെ കടക്കാൻ ഇവിടെയുള്ളത് 2 ഇരുമ്പ് പട്ടകൾ മാത്രമാണ്. അതിലൊന്നാകട്ടെ തുരുമ്പെടുത്ത് പാതി കണ്ട് ഒടിഞ്ഞ നിലയിലാണ്. മറ്റൊരു കേഡറാകട്ടെ പകുതി ഭാഗം കഴിഞ്ഞ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്ഥിതിയിലുമാണ്. ഇതും തുരുമ്പ് പിടിച്ചതു തന്നെ. തുരുമ്പെടുത്ത ഇരുമ്പ് പട്ടകൾ ഇടയ്ക്കിടെ ഒടിഞ്ഞതും വലിയ ദ്വാരങ്ങൾ വീണതുമാണ്. ഇതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കാല് മുറിഞ്ഞ് അപകടവും സംഭവിക്കുന്നു. പാലം ഇതിങ്ങനെ കിടക്കുന്നതാണ് നമുക്ക് അക്കരെ ഇക്കരെ പോകാനുള്ള ബുദ്ധിമുട്ടും കാലും കൈയെല്ലാം ചുറിച്ചില്ല. ഈ വെള്ളം അഴുക്കാവുന്നാതെ. അപ്പൊ ഈ പാലം ഉണ്ടാക്കാനായിട്ട് പലരും വന്ന് നോക്കുമെടുക്കുകയൊക്കെ ചെയ്താ. പക്ഷെ ഇതുവരെയായിട്ട് അത് സാധിച്ചിട്ടില്ല. നമുക്ക് വെള്ളം പൊങ്ങിയാൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് പോകാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു 9 വീട്ടുകാരുണ്ട് SC കുടുംബം. അതുകൊണ്ടാണ് ഇനി ഈ പാലം ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. പാലമാണ് ദ്രവിച്ച് കിടക്കും. ഇത് ബ്ലേഡ് കൊണ്ടാണ് കൊച്ചിന്റെ കാല് മുറിഞ്ഞു. ഈ പാലം അവരുടെ അമ്പലത്തിന്റെ വകയായിട്ട് ഇട്ടതാ. അപ്പൊ എല്ലാരും ഇതിലേക്കൂടെ ഇപ്പൊ നടക്കുന്നല്ല. നമുക്ക് വേറെ ഇടാൻ സ്ഥലമില്ലല്ലോ. വേറെ പാലം ഉണ്ടാക്കാനും നമുക്ക് സൗകര്യമില്ലല്ലോ. അപ്പൊ എല്ലാരും ഇതിലേക്കൂടെ കയറി ഇറങ്ങി നടക്കുന്നു. ഒരുവിധം പൊക്കമുണ്ട്. അപ്പൊ കീഴോട്ട് ഇത് ഇരുമ്പല്ലേ മോനെ. അപ്പൊ ഇത് കീഴോട്ട് അങ്ങ് ഇരുത്തും. അതിനുള്ള ഇതില്ല. ഒടിഞ്ഞുപോയ കേഡറിന്റെ ഭാഗത്തെ അപകടക്കണി അറിയിക്കാനായി പ്രദേശവാസികൾ കമ്പുകൾ നാട്ടി ചില അടയാളങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെടാതെയും അപകടങ്ങൾ സംഭവിക്കാം. ഇരുമ്പ് പട്ടകൾ ആഴമുള്ള തോടിന് കുറുകെയാണെന്ന യാഥാർത്ഥ്യവും കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവിടെ താമസിക്കുന്നവരുടെ ആവശ്യം. ബൃഹത്തായ ഒരു പാലം വേണമെന്ന ആവശ്യമൊന്നും ഇവർക്കില്ല. വേണ്ടത് രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ തക്ക വിധത്തിലുള്ളതും അപകടമില്ലാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതുമായ ഒരു പാലമാണ്. കിടപ്പ് രോഗികൾക്ക് മരുന്ന് കൊണ്ടുവരുന്നവർ അപകടസ്ഥിതി മനസ്സിലാക്കി ഇക്കരെ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇലക്ഷൻ കാലത്ത് വോട്ട് അഭ്യർത്ഥിക്കാൻ വരുന്നവരും ഇക്കരെ നിന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. ഇവിടെ താമസിക്കുന്നവരുടെ ദുരവസ്ഥ മനസ്സിലാക്കി അധികൃതർ അടിയന്തരമായി പാലം നിർമ്മിക്കാനുള്ള നടപടികളാണ് ആരംഭിക്കേണ്ടത്. മലിനജലത്തിൽ മുങ്ങി ദുരിതമനുഭവിക്കുകയാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ 10ഓളം കുടുംബങ്ങൾ. തുടർച്ചയായി പെയ്ത മഴയിൽ വീടും പരിസരവുമാകെ മലിനജലം നിറഞ്ഞതിനാൽ പകർച്ചവ്യാധി ഭീഷണിയുണ്ടെന്നും ഉടൻ പരിഹാരം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. മാന്നാർ 10-ാം വാർഡിലെ പള്ളിയമ്പിൽ ഭാഗത്തെ താമസക്കാരായ 10ഓളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നത്. വീടുകളുടെ സമീപത്തുകൂടിയുള്ള കൈത്തോട്ടിൽ മണ്ണ് നിറഞ്ഞും മാലിന്യം വന്നടിഞ്ഞും ഒഴുക്ക് നിലച്ചതാണ് വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. പലതവണ പഞ്ചായത്തിലും കൂടാതെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതികൾ നൽകിയിരുന്നു. ഒരു തവണ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചുവെന്നല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായില്ല. ഞങ്ങൾ 10-15 വർഷമായി ഇവിടെ താമസത്തിന് വന്നിട്ട് എല്ലാ പ്രാവശ്യവും മഴ വരുമ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇത് ഓടകളും തോടുകളും എല്ലാം അടച്ചു വെച്ചേക്കുന്ന കാരണമാണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതിനൊരു പരിഹാരം കണ്ടെത്തണം. നേരത്തെ എല്ലാവരും വന്നിങ്ങനെ നോക്കും. അപ്പോൾ വെള്ളം കയറുന്നതിന് എന്തോ അന്നൊക്കെ ഓട കളിക്കുക ഇവിടുന്ന് ആണുങ്ങളൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും സുഖമില്ലാതൊക്കെ ഇരിക്കുകയും കഴിഞ്ഞ ദിവസം പോയി തെളിച്ച് എന്നിട്ട് ഈ വെള്ളം ഇപ്രാവശ്യം ഭയങ്കര വെള്ളമായിരുന്നു ഞങ്ങൾക്ക്. ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ പരിസരമാകെ ദുർഗന്ധമാണ്. കൊതുകിന്റെ ശല്യവുമുണ്ട്. വെള്ളക്കെട്ടിലൂടെ നടന്നാൽ അട്ടകടിയും ഉറപ്പ്. കെട്ടിനിൽക്കുന്ന വെള്ളം കിണറുകളിലേക്കും ഇറങ്ങുന്നതോടെ കുടിവെള്ളവും മലിനമായി മാറുന്ന അവസ്ഥയാണ്. ഇതുമൂലം പലവിധ പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയേറെയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കുട്ടികളും പിന്നെ പ്രായമുള്ളവരും ഒക്കെ ഇവിടെ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പലയിടത്തും പരാതി പറഞ്ഞിട്ടും പിന്നെ ഒരു നടപടിയില്ല. അതിനാവശ്യമുള്ള കാര്യങ്ങൾ നടപടിയെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ചികിത്സയിൽ കഴിയുന്ന രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനും കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് പോകുന്നതിനും കാലങ്ങളായി ദുരിതം നേരിടുകയാണിവർ. കാലവർഷം എത്തിയതോടെ ദുരിതം ഇരട്ടിയായെന്ന് വേണം പറയാൻ. കൈത്തോട് വൃത്തിയാക്കി മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഈ ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പച്ചപ്പിന്റെ പ്രചാരകൻ ആൻ്റപ്പൻ അമ്പിയായം 39-ാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞിട്ട് 11 വർഷം. ഹരിത ചിന്തകൾക്ക് സ്മരണ പുതുക്കി ആൻ്റപ്പൻ്റെ സുഹൃത്തുക്കൾ എടത്വായിലെ മഴമിത്രത്തിൽ ഒത്തുചേർന്നു.
പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിലെ സംഘടനകളെയും വ്യക്തികളെയും ഒരു കുടക്കീഴിൽ അണിനിരത്താനുള്ള ശ്രമത്തിനിടയിൽ അകാലത്തിൽ പൊലിഞ്ഞ ആൻഡപ്പൻ അമ്പിയായത്തിന്റെ ഹരിതചിന്തകൾക്ക് സ്മരണ പുതുക്കി സുഹൃത്തുക്കൾ മഴമിത്രത്തിൽ ഒത്തുചേർന്നു. കുട്ടനാട് നേച്ചർ സൊസൈറ്റിയുടെയും ആൻഡപ്പൻ അമ്പിയായം സ്മാരക സമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ ചടങ്ങുകൾ. സൊസൈറ്റി അംഗങ്ങളും സമിതി അംഗങ്ങളും ആൻഡപ്പന്റെ കല്ലറയിലും മഴമിത്രത്തിലും പുഷ്പാർച്ചന നടത്തി. ഉച്ചകഴിഞ്ഞ് 3 ചേർന്ന അനുസ്മരണ സമ്മേളനം എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആൻഡപ്പൻ അമ്പിയ അനുസ്മരണത്തിന്റെ 11ാം ചരമവാർഷിക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്കൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുവാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ടുപോയി സമൂഹത്തിന് പരിസ്ഥിതിക്കും പ്രയോജനപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ അനുശോചനങ്ങളും അറിയിക്കുന്നു. അനുസ്മരണ സമ്മേളനത്തിൽ കുട്ടനാട് നേച്ചർ സൊസൈറ്റി പ്രസിഡന്റ് ജയൻ ജോസഫ് പുന്നപ്പറ അധ്യക്ഷനായിരുന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ പ്രസിഡന്റ് ബിൽബി മാത്യു കണ്ടത്തിൽ മുഖ്യ സന്ദേശം നൽകി. നേച്ചർ സൊസൈറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് വിനോദ് വർഗീസ്, ആൻഡപ്പൻ അമ്പിയായം സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി ഇടുക്കള, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് എന്നിവർ സംസാരിച്ചു. ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ മണ്ണ് ഇവ വരും തലമുറയ്ക്ക് പരിശുദ്ധിയോടെ നൽകണമെന്ന ലക്ഷ്യത്തിലൂന്നിയാണ് പ്രകൃതി സഹവാസ ക്യാമ്പുകൾ ആൻഡപ്പൻ കേരളത്തിലുടനീളം സംഘടിപ്പിച്ചത്. ഇന്ന് രാജ്യമെമ്പാടും ഗ്രീൻ കമ്മ്യൂണിറ്റി പ്രവർത്തകർ ആ ദീർഘവീക്ഷണശാലിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നിലകൊള്ളുന്നു. പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ 2013 ജൂൺ 3 എറണാകുളത്ത് വെച്ച് നടന്ന ബൈക്ക് അപകടത്തിലൂടെയാണ് പച്ചപ്പിന്റെ പ്രചാരകനായ ആൻഡപ്പൻ അമ്പിയായം ലോകത്തോട് വിട ചൊല്ലിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനമായ ചൊവ്വാഴ്ച KCV ന്യൂസ് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഉച്ചകഴിഞ്ഞ് 2:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. പുളിങ്കുന്ന് പഞ്ചായത്ത് 4ാം വാർഡിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ അമ്പിളി ടി ജോസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു പരിപാടി. 4ാം വാർഡിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച 26 കുട്ടികളെയും ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. മിസ്റ്റർ ഇന്ത്യ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ സിജോ കാനാച്ചേരി, സ്പെഷ്യൽ ഒളിമ്പിക് സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ വെങ്കല മെഡൽ ജേതാവ് സിറിൽ മാത്യു എന്നിവരെയും ഇതേ ചടങ്ങിൽ ആദരിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 4-ന് കണ്ണാടി ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ശരാശരി രക്ഷകർത്താവിനോട് കുട്ടനാട്ടിലുള്ള രക്ഷകർത്താവിനോട് എന്താണ് നിങ്ങളുടെ സമ്പാദ്യം എന്ന് ചോദിച്ചാൽ ഇത്ര സെന്റ് നിലമുണ്ട് അല്ലെങ്കിൽ എത്ര സെന്റ് ഭൂമിയുണ്ട് എന്നുള്ളതല്ല, മകൻ ഇന്ന കോഴ്സിന് പഠിക്കുന്നു, മകൾ ഇന്ന കോഴ്സിന് പഠിക്കുന്നു എന്ന് തന്നെയാണ്. അതാണ് ഇവരുടെ സമ്പാദ്യം. അപ്പൊ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഈ പറഞ്ഞ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് രക്ഷകർത്താക്കൾ നടത്തിയ തെരഞ്ഞെടുപ്പുകൾ പലയിടത്തും കുട്ടികളെ ആദരിക്കാൻ വരുമ്പോൾ ഞാൻ പ്രത്യേകം പറയാറുണ്ട്, കുട്ടികൾ മാത്രമല്ല രക്ഷകർത്താക്കളും അവിടെ ഉണ്ടാകണം എന്നുള്ളത് രക്ഷകർത്താക്കളുടെ ഒരു പഠനാധ്വാനത്തിന്റെ ഫലമാണ്. മുമ്പതായിരുന്ന സ്ഥിതി ഞങ്ങളുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഏതെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ച് സംശയം ചോദിച്ചാൽ അത് പറഞ്ഞു തരാൻ പറ്റുന്ന വിദ്യാഭ്യാസ യോഗ്യത രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകണമെന്നില്ല. സംഘാടകയും 4ാം വാർഡ് മെമ്പറുമായ അമ്പിളി ടി ജോസിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം അനിൽ തൈവീടൻ, NSS കുട്ടനാട് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ മങ്ങാട്, KPMS പുളിങ്കുന്ന് യൂണിറ്റ് പ്രസിഡന്റ് A സുഗതൻ ചാത്തഞ്ചിറ, 10ാം വാർഡ് മെമ്പർ ശൈലജ അജികുമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ഉത്തമൻ കൊച്ചുകളം, ജോസ് തോമസ്, ബിജു വലിയവീടൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാലവേദി കുറിച്ചി മേഖലാ സംഗമം കഴിഞ്ഞ ദിവസം നടത്തി. കാംകോ ചെയർമാൻ CK ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാലവേദിയുടെ നേതൃത്വത്തിൽ ഈ വെക്കേഷൻ ടൈമിൽ നിരവധിയായിട്ടുള്ള പരിപാടികൾ നമ്മുടെ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കലാപരവും മറ്റ് തരത്തിലുള്ള വാസനകളും പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൗരബോധത്തോടെ വളർത്തുന്നതോടൊപ്പം നമ്മുടെ നാടിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ബാലവേദി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗത്തിൽ ബാലവേദി മേഖലാ കോർഡിനേറ്റർ KJ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും BTTM ബിരുദ പഠനത്തിൽ 1ാം റാങ്ക് നേടിയ ആരതി ബിജുക്കുട്ടൻ, ബിരുദാനന്തര ബിരുദ പഠനത്തിൽ 4ാം റാങ്ക് നേടിയ പാർവതി സുരേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K മാധവൻപിള്ള മൊമന്റോ നൽകി ആദരിച്ചു. കുറിച്ചിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന കൊല്ലമറ്റം കൊച്ചായന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ചടങ്ങിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഭാരവാഹികളായ PS രാജേഷ്, സുകുമാരൻ നെല്ലിശ്ശേരി, പ്രശാന്ത് മനന്താനം, സോജൻ S ശ്രീധരൻ, മൂട്ടി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു.
കിടങ്ങറ 772 നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ശാഖായോഗം ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സമ്മേളനം ചങ്ങനാശ്ശേരി SNDP യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് G. സുനിലാൽ അധ്യക്ഷത വഹിച്ചു. നാലുനാക്കൽ ശാഖാ സെക്രട്ടറി MK ഷിബു, OK മോഹൻദാസ്, തത്വമസി ശാഖാ സെക്രട്ടറി MD ഷാജി, ശാഖായോഗം വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് വിജയകുമാർ, സെക്രട്ടറി M. രതീഷ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അസമിൽ നടന്ന ദേശീയ കുംഫു യോഗ ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും വെങ്കലവും കരസ്ഥമാക്കിയ അക്ഷിത K. രാമദാസിനെ ചടങ്ങിൽ ആദരിച്ചു. SNDP യോഗം മാന്നാർ യൂണിയനിലെ ഇരമത്തൂർ 1926 നമ്പർ R. ശങ്കർ മെമ്മോറിയൽ ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നിർധന രോഗികൾക്ക് ചികിത്സാ സഹായധനവും വിതരണം ചെയ്തു. യൂണിയൻ ചെയർമാൻ KM ഹരിലാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ DK അവർ, ശ്രീ രാജേന്ദ്ര പ്രസാദ് അവർ, ഹരി പാലമൂട് അവർ, SSLC +2 പരീക്ഷാ വിജയികൾക്കുള്ള വിക്രമൻ സ്മാരക സ്കോളർഷിപ്പ്, ശാരദ സ്മാരക സ്കോളർഷിപ്പ്, രോഗികൾക്കുള്ള അച്യുതൻ സ്മാരക ചികിത്സാ സഹായധനം, ഗോപി സ്മാരക ചികിത്സാ സഹായധനം എന്നിവയാണ് വിതരണം ചെയ്തത്. LKG മുതൽ ഡിഗ്രി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും നൽകി. യോഗത്തിൽ ശാഖായോഗം ചെയർമാൻ ജയപ്രകാശ് അധ്യക്ഷനായി. അഡ്ഹോക് കമ്മിറ്റി അംഗം TK അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ സംഘം കൺവീനർ പുഷ്പ ശശികുമാർ, ശാഖായോഗം കൺവീനർ KV സുരേഷ് കുമാർ, യൂണിയൻ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളായ PB സൂരജ്, ഹരി പാലമൂട്ടിൽ, രാജേന്ദ്ര പ്രസാദ്, വനിതാ സംഘം ചെയർപേഴ്സൺ ശശികല രഘുനാഥ്, വൈസ് ചെയർപേഴ്സൺ ബിനി സതീശൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6585 രൂപ, പവന് 52,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.